വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദ്വിദിന പണിമുടക്കിന് പിന്തുണയുമായി തൊഴിലാളികൾ രംഗത്തെത്തി. ബാങ്കിംഗ്, പോസ്റ്റൽ, റെയിൽവേ തുടങ്ങി സമസ്ത മേഖലകളിലും പണിമുടക്ക് പ്രതിഫലിക്കും. രാജ്യതലസ്ഥാനത്തടക്കം ടാക്സികളും പൊതുവാഹനങ്ങളും പണിമുടക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ അഖിലേന്ത്യാ ഏകോപന സമിതി പ്രഖ്യാപിച്ചു. പണിമുടക്കിന് പിന്തുണയുമായി വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് നിരവധി സംഘടനകളാണ് രംഗത്തെത്തിയത്. ആൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ നാഗാലാൻഡ് ഘടകം പിന്തുണ പ്രഖ്യാപിച്ചു. സംയുക്ത സംഘടനയായ അസം മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. റെയിൽവേ, ഊർജം തുടങ്ങിയ സംഘടിത രോഗങ്ങളുണ്ട്. ചികിത്സ ചെയ്യുകയാണെങ്കിൽ ശരി, നമ്മുടെ ശരീരത്തിനുള്ളിൽ എനിക്ക് ഒഴിവാക്കാനേ പറ്റില്ല. അഥവാ നിങ്ങളും ആഗ്രഹിക്കുന്നു ഇരുന്ന് വാങ്ങൂ. ദിവ്യ ഋഷി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പണിമുടക്കാണ്, ഹർത്താലല്ല. വാഹനങ്ങൾ ഓടാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഓടിച്ച് വെക്കുമെന്ന് നിർബന്ധമാണ്, അതിന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞ ദിവസം അവിടെ കണ്ടതുപോലുള്ള ഒരു ദൃശ്യം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ പോവില്ല. സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം വാഹനം അയാൾ ഓടിച്ചു പോകുന്നു, ആര് തടയാൻ പോകുന്നു? അയാളുടെ സ്വാതന്ത്ര്യം. ഹോട്ടലുകളെ പണിമുടക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്, അവർ പണിമുടക്കും. ഉദാഹരണത്തിന് KTDC എംപ്ലോയീസ് യൂണിയൻ പണിമുടക്കും. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പ്രവർത്തിച്ചില്ല എന്ന് വരും. അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ശമ്പളമില്ലാതെ അവരെ സഹായിക്കും. അതാണ് പണിമുടക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന തടയുക, ഏത് തൊഴിലാളികളെയും തൊഴിലുടമയ്ക്ക് തോന്നുംപടി പിരിച്ചുവിടാനുള്ള അവകാശം നൽകുന്ന കാടൻ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിൽ GSTയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വ്യാപാരികളും പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർലമെന്റ് ശൈത്യകാല സമ്മേളനം നാളെ അവസാനിക്കും. 1 ലക്ഷം കോടി രൂപയുടെ സർക്കാർ ഓർഡർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നൽകിയെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന തെറ്റെന്നും മന്ത്രി രാജിവെക്കണമെന്നും ലോക്സഭയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കും. HALന് ഓർഡർ നൽകിയതിന്റെ രേഖകൾ സഭയിൽ വെക്കണമെന്നും അല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണമെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു. അതേസമയം പരാജയപ്പെട്ടതിനാൽ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അവതരിപ്പിച്ചേക്കില്ല. എന്നാൽ 2 പ്രവൃത്തി ദിവസങ്ങളിലും നിർബന്ധമായി സഭയിലുണ്ടാകാൻ പ്രതിപക്ഷ പാർട്ടികൾ MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ബിൽ വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ വിഷയം രാഷ്ട്രീയായുധമാക്കാൻ BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും ശ്രമം. മലയൻകീഴ് DYFI മേഖലാ സെക്രട്ടറിക്ക് നേരെ RSS ആക്രമണം. മേഖലാ സെക്രട്ടറി അക്ഷയെയാണ് RSSകാർ വീടുകയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പരിക്കേറ്റ അക്ഷയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹർത്താലുമായി ബന്ധപ്പെട്ട് മലയൻകീഴിൽ RSS പ്രവർത്തകർ വലിയ സംഘർഷം സൃഷ്ടിച്ചിരുന്നു. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര ധനസഹായ സാധ്യതകൾ പരിശോധിച്ച് നടത്തുന്ന ദ്വിദിന ഇന്റർനാഷണൽ വർക്ക്ഷോപ്പിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ തുടക്കം.
ന്യൂട്ടൺ ബാബ ഫണ്ട്, DKM എഞ്ചിനീയറിംഗ് കോളേജ്, റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് എന്നിവർ സംയുക്തമായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ബ്രിട്ടനുമായി കൈകോർത്ത് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാമെന്നുള്ള പരിശോധനയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന രാജ്യാന്തര വർക്ക്ഷോപ്പ് ചർച്ച ചെയ്യുന്നത്. TKM എഞ്ചിനീയറിംഗ് കോളേജ്, റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്, ന്യൂട്ടൺ ബാബ ഫണ്ട് എന്നിവർ സംയുക്തമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ആദ്യ ദിനത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പഠനങ്ങൾ ചർച്ച ചെയ്തു. പ്രളയത്തിന് ശേഷം കേരളം നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ നേരിടാം എന്നതും ചർച്ചാ വിഷയമായി. ബ്രിട്ടീഷ് സർക്കാരിന്റെ രാജ്യാന്തര വികസന ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഏജൻസികളെ ആകർഷിച്ച് പ്രളയാനന്തര പുനർനിർമ്മാണ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള സാധ്യതയും പരിശോധിക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ PA മുഹമ്മദ് ബഷീർ പറഞ്ഞു. വി ആർ ഹോപ്പിംഗ് ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്നും വീണ്ടും ഫണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഫണ്ടുണ്ട്, പിന്നെ വേറൊരെണ്ണമുള്ളത് GCRF എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലോബൽ ചലഞ്ചസ് റിസർച്ച് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഫണ്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് പറ്റേണ്ടതാണ്. ന്യൂട്ടൺ ബാബ ഫണ്ട് ഉപയോഗിച്ച് 32ലധികം പദ്ധതികൾ ഇതിനോടകം രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നുമുണ്ട്. ഏതു മേഖലയിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം സമാഹരിച്ച് പുനർനിർമ്മാണ പ്രവർത്തനം ലക്ഷ്യപ്രാപ്തിയിലെത്താമെന്നും because of the account number or what, it was rejected. So we made our point this time when we come to Sabarimala. So we wanted to hand over to the right authority. And this much of fund we have collected. And as what we have promised inside, we will be doing more. സംഘത്തിൽ 5 സ്ത്രീകളുമുണ്ട്. സാമി അയ്യപ്പൻ റോഡിലൂടെ ഡോളി വഴി വന്ന ഇവരെ തടയാനും ഒരു സംഘം ശ്രമം നടത്തി. ഡോളി തൊഴിലാളികളാണ് ഇവർക്ക് രക്ഷകരായത്. ദുഃഖകരമായ ഈ സംഭവം മനോവേദനയ്ക്ക് ഇടയാക്കിയതായി ഈ മാളികപ്പുറങ്ങൾ വ്യക്തമാക്കി. வேதனைன்னு சொன்னாக்கா நாங்கள்லாம் மலேசியாவிலேருந்து அம்மா சாமிங்கெல்லாம் வந்திருக்கோம். 3 வருடம் வந்திருக்கோம். இவ்வளோ காலம் நாங்கள் வந்ததில் இந்த வருடம் எங்களுக்கு ரொம்ப மன கஷ்டமாயிடுச்சு. காரணம் என்னன்னா எங்களை ரொம்ப ஐடியை எடுத்து சந்தேகத்தில் எங்களை கேட்டுக்கிட்டு இருந்தாங்க. அதனால் நாங்கள் இந்த வருடம் கொஞ்சம் மன வேதனையில் தான் வந்திருக்கோம். ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനിയും സഹായം വാഗ്ദാനം ചെയ്താണ് സംഘം മലയിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. തിരിച്ചെത്താം ഇടവേള. പ്രളയ സെസ് ഏർപ്പെടുത്താൻ കേരളത്തിന് മന്ത്രിസഭാ ഉപസമിതിയുടെ അനുമതി. കേരളത്തിന് 1% വരെ സെസ് ഏർപ്പെടുത്താൻ GST കൌൺസിലിനോട് മന്ത്രിസഭാ ഉപസമിതി ശുപാർശ ചെയ്യും. ജനുവരി 10 നടക്കുന്ന GST കൌൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. പ്രളയ സെസ് ഏർപ്പെടുത്തണമെന്ന കാര്യം 4 മാസം മുമ്പ് തന്നെ കേന്ദ്രത്തിനോട് കേരള സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെ മന്ത്രിസഭാ ഉപസമിതി GST കൌൺസിലിനോട് പ്രളയ സെസ് ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്തിരിക്കുകയാണ്. കേരളത്തിന് 2 വർഷം വരെ 1% വരെ സെസ് ഏർപ്പെടുത്താനാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ ശുപാർശ. എന്തെല്ലാം സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും സെസ് വേണമെന്നതിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. എത്ര ശതമാനം വെച്ച് പിരിക്കുമെന്നുള്ള കാര്യങ്ങളും ബജറ്റിൽ അവതരിപ്പിക്കുമെന്ന് തോമസ് ഐസക് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം വ്യക്തമാക്കി. കേരളത്തിന് 2 വർഷത്തേക്ക് 1% സെസ് ഏർപ്പെടുത്തുന്നതിന് അനുവദിക്കണമെന്ന് GST കൗൺസിലിനോട്
റെക്കമെൻഡ് ചെയ്യുന്നതിന് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചു. ഇത് റവന്യൂ ചെലവുകൾക്ക് തികയത്തുള്ളൂ. അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും കേന്ദ്രം അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ കേരളത്തിന് അധിക വിദേശ വായ്പ എടുക്കാനാവും. ജനുവരി 10 നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ സെസ്സിന്റെയും അധിക വിദേശ വായ്പയുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. 1.5 കോടി വരെ അനുമാന നികുതിയുടെ കീഴിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇതിലൂടെ കേരളത്തിലെ 80% ഇടപാടുകാരും വർഷത്തിൽ ഒരിക്കൽ റിട്ടേൺ കൊടുക്കുകയും 1% നികുതി അടയ്ക്കുകയും ചെയ്താൽ മതി. 20 ലക്ഷത്തിലധികം വിറ്റുവരവുള്ളവർക്ക് ഇപ്പോഴുള്ള 18% സർവീസ് ടാക്സ് ഇതിലൂടെ 5 മുതൽ 8% വരെ മാത്രമായി ചുരുങ്ങും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രക്തസാക്ഷി അഭിമന്യുവിന്റെ കുടുംബത്തിന് ഒറ്റമുറി വീട്ടിൽ ഇനി വൈകാതെ മോചനമാകും. ഈ കുടുംബത്തിനായി CPIM വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം 14-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അഭിമന്യുവിന്റെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഒറ്റമുറി വീടിന് പകരം നല്ലൊരു വീട് പണിയണമെന്ന്. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവർക്കൊപ്പം നല്ല നിലയിൽ ജീവിക്കണമെന്ന അവന്റെ ആഗ്രഹങ്ങൾ പക്ഷേ പൂവണിഞ്ഞില്ല. അതിനു മുമ്പേ മഹാരാജാസ് കോളേജ് വെച്ച് SDPI പ്രവർത്തകർ അവനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ജൂലൈ 2-നാണ് കൊല ചെയ്തത്. അവൻ ബാക്കി വെച്ചുപോയ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം പിന്നീട് CPIM ഏറ്റെടുക്കുകയായിരുന്നു. സഹോദരന് ജോലി നൽകിയതിനൊപ്പം സഹോദരിയുടെ വിവാഹം നടത്തിക്കൊടുത്തതും പാർട്ടി തന്നെ. ഇതിന്റെ തുടർച്ചയായാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ CPIM വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് 1256 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. വീട് യാഥാർത്ഥ്യമാകുമ്പോഴും വേർപാടിന്റെ വേദനയിലാണ് അഭിമന്യുവിന്റെ അമ്മ. അവനില്ലാതെ നിങ്ങൾക്ക് ഭയങ്കര, അച്ഛനക്കും അമ്മക്കും ഭയങ്കര സങ്കടം. ബാക്കി വീട് വെച്ച് കൊടുത്തു, നിങ്ങൾക്ക് ரொம்ப സന്തോഷം. വീടിന്റെ താക്കോൽദാനം 14-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പാർട്ടി സ്വരൂപിച്ച സഹായനിധിയും ചടങ്ങിൽ മുഖ്യമന്ത്രി കൈമാറും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈറേഞ്ചിന്റെ കുളിര് തേടി സഞ്ചാരികളുടെ ഒഴുക്ക്. 2 പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന തണുപ്പാണ് തെക്കിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. താപനില തുടർച്ചയായി -ഡിഗ്രിയിൽ തുടരുന്നതിന് കാരണം മഞ്ഞുവീഴ്ചയും തണുപ്പും അധികരിച്ചതോടെ മൂന്നാർ, ദേവികുളം മേഖലകളിലെ എസ്റ്റേറ്റുകളിൽ 100 കണക്കിന് തേയിലച്ചെടികളാണ് കരിഞ്ഞു നശിച്ചത്. ഇടുക്കിയിൽ നിന്ന് സമീർ വഴങ്ങോട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേസ് നടത്തി പരാജയപ്പെട്ടവർ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടതിൽ സുകുമാരൻ നായർക്ക് പങ്കില്ലെന്ന് പറയാനാകുമോ എന്ന് കാനം ചോദിച്ചു. ഹർത്താലിൽ നടന്ന അക്രമങ്ങളെ സുകുമാരൻ നായർ എന്തുകൊണ്ട് അപലപിച്ചില്ലെന്നും സമദൂരമെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ NSSനാകുമോ എന്നും കാനം തുറന്നടിച്ചു. ഹർത്താൽ അക്രമം തെറ്റെന്ന് പറയാനുള്ള ആർജവം സുകുമാരൻ നായർ കാണിക്കണമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 12 വർഷക്കാലം കേസ് നടത്തി പരാജയപ്പെട്ട ആളുകൾ
ആ കേസിന്റെ പരാജയം അത് വിജയമാക്കി മാറ്റാൻ നിയമപരമായ വഴികൾ സ്വീകരിക്കുന്നതിന് പകരം സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങളെ അഴിച്ചുവിട്ട് വികാരപരമായ പ്രശ്നത്തെ ഈ തലത്തിലേക്ക് എത്തിക്കുന്നതിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു പങ്കില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ ശ്രീ സുകുമാരൻ നായർക്ക് പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കഴിഞ്ഞ 3 ദിവസക്കാലം ഈ കേരളത്തിൽ നടമാടിയ അക്രമ പ്രവർത്തനങ്ങൾ. എന്റെ ബഹുമാന്യ സഹോദരൻ ജ്യേഷ്ഠൻ ശ്രീ സുകുമാരൻ നായർ ഒരു വാചകം ആ അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ടാകുമായിരുന്നു. അദ്ദേഹം ആരാണ് അക്രമം നടത്തിയതെന്നോ എന്താണ് നടക്കുന്നതെന്നോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം സർക്കാർ. ഭൂമിയാക്കി മാറ്റുന്നവരെ തിരിച്ചറിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വളയം പൂവം വയലിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ, CPIM നേതാക്കളായ PP ചാത്തു, AT വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ വേഗത്തിലാകുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. മുൻവർഷത്തേക്കാൾ ഭാരവാഹികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനാണ് സാധ്യത. ഭാരവാഹികളെ പരമാവധി കുറയ്ക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ ഭാരവാഹികളെ കുറയ്ക്കുമെന്നുള്ള കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. ഭാരവാഹികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംഘടനയെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അത്യാവശ്യം. എന്നാൽ മതസാമുദായിക സാധ്യതകളും ഗ്രൂപ്പ് സമവാക്യവുമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നേതാക്കളെ പരിഗണിക്കാൻ വേണ്ടി ഗ്രൂപ്പ് തലത്തിൽ ചരടുവലികൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി, മുൻ DCC പ്രസിഡന്റുമാരായ K സുരേന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി, റോയ് K പൗലോസ് എന്നിവരുടെ പേരുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു. ഡീൻ കുര്യാക്കോസ്, CR മഹേഷ് തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളും സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പരിചയ സമ്പത്തും യുവത്വവും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്ക് കേന്ദ്ര നേതൃത്വത്തിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ പ്രഖ്യാപനമുണ്ടാവും. AK ആന്റണി, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ എന്നിവരുമായി KPCC അധ്യക്ഷൻ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ത്രീകൾ പടുത്തുയർത്തിയ ആദ്യ വീടിന്റെ താക്കോൽദാനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് കുടുംബശ്രീയുടെ പിങ്ക് ലാഡർ ആദ്യമായി നിർമ്മിച്ച വീടാണ് കരുവാശ്ശേരി സ്വദേശിനി നന്ദിനിക്ക് കൈമാറിയത്. പെൺകരുത്തിൽ പണിതെടുത്ത വീടാണിത്. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ CDSന്റെ കീഴിൽ രൂപം കൊടുത്ത കെട്ടിട നിർമ്മാണ യൂണിറ്റായ പിങ്ക് ലാഡറാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 15 സ്ത്രീകൾ ചേർന്നാണ് വീടിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കരുവശ്ശേരിയിലെ 68-കാരൻ നന്ദിനിക്ക് ഇനി ഈ തണലിലാണ് ജീവിതം. തന്റെ സ്നേഹവും സന്തോഷവുമാണ് ഇവർക്ക് പറയാനുള്ളത്. തകർന്നു വീഴാറായ വീട്ടിൽ നിന്നും ഇനി പെൺകരുത്തിൽ പണിതു തീർത്ത വീട്ടിലേക്ക്. വീട് തന്നതിൽ വലിയ സന്തോഷം. ഓടിട്ട വീടയിനി അപ്പൊ പൊളിഞ്ഞു കുട്ടീനി. അപ്പോഴൊക്കെ മാറ്റം ചെയ്ത് എല്ലാവർക്കും നന്ദി. മന്ത്രി AK ശശീന്ദ്രനാണ് താക്കോൽദാനം നിർവഹിച്ചത്. 400 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് 53 ദിവസം എടുത്താണ് നിർമ്മിച്ചത്. സൗജന്യ സോളാർ വൈദ്യുതീകരണവും വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിങ്ക് ലാഡർ ജില്ലയിൽ 2 വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിളവെടുപ്പ് സമയത്തുണ്ടായ വിലയിടിവും ഉൽപാദനത്തിലെ കുറവുമായി
പിന്നെ കിലോയ്ക്ക് 140 രൂപയുണ്ടായിരുന്നത് 118 രൂപയായും കുറഞ്ഞു. അടിയന്തരമായിട്ട് കഴിഞ്ഞ മാസം 78 രൂപ 1 കിലോഗ്രാമിന് വിലയുണ്ടായിരുന്ന കാപ്പി ഇപ്പോൾ ഈ മാസം 67-68 കുറഞ്ഞു. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നരകയാതന അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് കാണാൻ എത്രയും വേഗം കോഫി ബോർഡ് അടിയന്തരമായിട്ട് കർഷകന് സബ്സിഡി അനുവദിക്കണമെന്നാണ് കർഷകനായി എനിക്ക് പറയാം. ഇതിനു പുറമെ വിളവെടുപ്പ് സമയത്തെ അതിശക്തമായ മഴ വിളവിനെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉൽപാദനക്കുറവും വിലയിടിവും കാരണം പ്രതിസന്ധിയിലായ കാപ്പി കർഷകരെ സഹായിക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ കാപ്പിയുടെ ഉൽപാദനം 3,16,000 ടണ്ണാണ്. ഇത്തവണ ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാവുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്.